സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ലാത്ത ആരും, കാരണം ഞാൻ എന്നെ തന്നെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം എല്ലാവർക്കും എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞുതരാം. ഒരു സാധാരണക്കാരന് ഫസ്റ്റ് വണ്ണാണ് ഓഡിഷൻ. നിങ്ങൾ ഇന്ത്യയിൽ പല ഭാഗത്തുണ്ടെങ്കിലും ആദ്യം കൊച്ചിയിലെത്തുക. തലേന്ന് രാത്രി തന്നെ ഫുഡൊക്കെ കഴിച്ച് അലാറം വെച്ച് കിടന്നു. 5:30ക്കാണ് അലാറം വെച്ചിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഓഡിഷൻ എങ്ങനെ, എന്താണ് അവിടെ, എന്താണ് നടക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളത് കാണിക്കും. എക്സാമിന് പോലും നേരത്തെ പോകാത്ത നമ്മള് രാവിലെ 6:30, കാരണം നേരത്തെ എത്തിയില്ലെങ്കിൽ പണിപ്പാളും. അങ്ങനെ ഓടിപ്പിടിച്ച് ലൊക്കേഷനിൽ എത്തിയ പാട് പിന്നെ ഓടുന്നത് നമ്മുടെ പേര് എഴുതി. ഫസ്റ്റ് അവിടെ പോയ പാട് നിങ്ങളുടെ പേര് എഴുതി വെക്കാൻ അവരെ ഒരു പേപ്പർ അവിടെ വെച്ചിട്ടുണ്ടാവും. പേപ്പറോ ബുക്കോ അങ്ങനെ എന്തേലും ഉണ്ടാവും. അങ്ങനെ പേരും നമ്പറൊക്കെ എഴുതി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു വന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സിനിമാ ഭാഗത്തുനിന്ന് ADSO അല്ല അവരെ ഏതെങ്കിലും ക്രൂവിലുള്ള ആരെങ്കിലും ഉണ്ടാവും. ഇനി ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? കാണുമ്പോൾ എല്ലാവരും പേടിയുണ്ടെങ്കിലും ഒന്നുമില്ല. നിങ്ങളുടെ പേരും വയസ്സും ഏജും ഹൈറ്റും, നിങ്ങൾ മുന്നേ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ID അവിടെ എഴുതി കൊടുക്കുക. പിന്നെ നമുക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടോ അതൊക്കെ അവിടെ എഴുതാം. നിങ്ങൾ കറണ്ട് ജോബ് എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജ് എന്താണ്, നിങ്ങൾക്ക് സിനിമ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്, അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ബ്രോ അല്ലേ ഒന്നാമത്തെ നമ്പർ? നേരത്തെ വന്നിരാ? ഒരു 3:30 എത്തി. ഇവിടെ തന്നെ കടന്നു 3:30. ഇവിടെ തന്നെ വാതിക്കൽ കിടന്നുറങ്ങിയതാ. ഇവര് വന്ന സമയത്താണ് ഞെട്ടിയത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലേറ്റ് ആയ പണിപ്പാളും. 9:50 ആകുമ്പോഴത്തേക്ക് തന്നെ 460 ടോക്കൺ. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇതിപ്പോ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊരു സിറ്റുവേഷൻ തരും, അത് പ്രാക്ടീസ് ചെയ്യാൻ ഒരു 5-10 മിനിറ്റ് സമയം തരും, ടോക്കൺ നമ്പർ തരും. നിങ്ങൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പെർഫോമൻസ് ചെയ്യാനുള്ള അവസരം. ഫസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഒരു സെൽഫ് ഇൻട്രോ പറയാനുള്ള കോൺഫിഡൻസ് ആണ്. പലർക്കും പറ്റുന്നതാണ് ആവേശം കൂടി ക്യാമറ ഫ്രെയിമിന്റെ ഔട്ട് ആവുക. ഫ്രെയിമിൽ അവരൊരു മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അവിടെ നിന്ന് തന്നെ പെർഫോമൻസ് ചെയ്യും. ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ ഒരു ഫോളോവർ അങ്ങനെ ഓടി വരുന്നു, ബ്രോ പോകല്ല. ഓക്കെ ബ്രോ, ഞാനൊരു അവനൊരു ഓൾ ദി ബെസ്റ്റും പറഞ്ഞ് എല്ലാവർക്കും ബൈ ബൈ ബൈ. എവിടെ സ്ഥലം? ഞാൻ കണ്ണൂരാണ്. ഇപ്പം കുറച്ച് കാലമായിട്ട് കൊച്ചിയിലുണ്ട്. കൊച്ചിയിലാ? എന്താ വർക്ക് ചെയ്യുന്നത്? സെക്യൂരിറ്റി ആയിട്ട് പോകുന്നുണ്ട്. സിനിമാ മുഖമായിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. സിനിമക്ക് വേണ്ടി കൊച്ചിയിലേക്ക് വരാ? വരിക നിൽക്കുവാണ്, ഇവിടെ നിൽക്കുവാണ്. കണ്ണൂരാണ്. സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്നത്. സെക്യൂരിറ്റി ആയിട്ട് പോകുന്നു. സിനിമാ മുഖമാണ്, അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. പ്രതീക്ഷകളോട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു ദിവസം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഫുഡ് കഴിച്ച് നമ്മൾ എൻ്റെ ഈ സ്റ്റഫ് ബോയ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്ന അഭിനയിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നമ്മൾ ശ്രമിക്കുക, ബാക്കി പഠിച്ചോൻ്റെ കയ്യിലാണ്.